ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ഒരു ചാളക്കറി വെക്കുന്നതാണ്. ചിലരുടെ നാട്ടിൽ മത്തിയെന്നും പറയാം. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നത് കമൻറ്റ് ചെയ്യും. നന്നായിട്ട് ക്ലീനാക്കി മാറ്റി വെച്ചു. പിന്നെ മീൻകറിക്ക് ആവശ്യത്തിനുള്ള ഒരു പുളി കിണ്ണത്തിനകത്തോട്ട് വെച്ച് കൊടുക്കും. പിന്നെ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത ആവശ്യത്തിന്. പിന്നെ അത് പിഴിഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ ചട്ടി വെച്ച് കൊടുത്ത് ഗ്യാസിലോട്ട് കത്തിച്ച്, എന്നിട്ട് അതിനകത്തോട്ട് ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചു കൊടുത്തു. അതിനകത്തോട്ട് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അടുത്തൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ചു. പിന്നെ അതിനകത്തോട്ട് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഇട്ട് കൊടുത്തു. രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെ മുളക് ആവശ്യത്തിന്, നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തു കീറി. അതിനകത്തോട്ട് ആവശ്യത്തിന് മീൻകറിക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം മീൻകറിക്ക് ആവശ്യത്തിനുള്ള. വഴറ്റിയെടുത്തു. എന്നിട്ട് അടച്ചങ്ങ് വെച്ചു. അങ്ങനെ തുറന്നപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് പൊടികളിടാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 2 സ്പൂൺ ഇടുന്നുണ്ട്. അങ്ങനെ 2 സ്പൂണൊക്കെ ഇട്ടു. മിക്സ് ചെയ്തു. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പുളിവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ച മത്തി വെച്ച് കൊടുക്കുക. അതിനകത്തോട്ട് വെച്ച് കൊടുത്തു. നന്നായിട്ടൊന്ന് തിളച്ചു. അതിനകത്തോട്ട് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ കുഞ്ഞു ചാനലൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മളിവിടെ എല്ലാവരും നിൽക്കണം. ഇത്രയുള്ള റെസിപ്പി. ബായ്.